Hey guys, അപ്പോൾ എപ്പിസോഡ് നമ്പർ 9. ഇന്ന് ഞാൻ ഒരു ഫുൾ ഷോൾഡർ ഡേ കാണിക്കാൻ പോവാം. ഫസ്റ്റ് നിങ്ങൾ കണ്ടു ഞാൻ ഓവർ ഹെഡിലെ തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇഞ്ചറി ആയിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് ഗെറ്റ് ബാക്ക് ചെയ്യണം. ഫുൾ റേഞ്ച് ഓഫ് മോഷൻ, ചിലരൊക്കെ ഹാഫ് റെപ്പ് അടിക്കുള്ളൂ. ഞാൻ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ എത്ര ഇറക്കാം ഷോൾഡർ ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്നിട്ടാണ് പുഷ് ചെയ്യണം. അപ്പം ഞാനിതൊരു ടോപ്പ് സെറ്റ് ഒരു 8 to 10 റെപ്സിൽ 2 സെറ്റ്സ് അടിക്കും. ഫസ്റ്റ് സെറ്റ് നിങ്ങൾ കണ്ടു. സെക്കൻഡ് സെറ്റ് ഇനി 25 kgs വീണ്ടും അടിക്കാൻ പോകും. അപ്പോൾ അതാണ് ഫസ്റ്റ് എക്സസൈസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ നേരെയല്ല സീറ്റ് വെച്ചിരിക്കണം, ലേശം പിന്നോട്ട് ചരിച്ചിട്ട് കുറച്ച് ഡിഗ്രി ബാക്കിലോട്ടൊക്കെ ആയിട്ട് വെച്ചിരിക്കണം. അപ്പോൾ അതാണ് കൂടുതൽ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോഴാണ് കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ലീൻ ബാക്ക് ഇത് കുറച്ചൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഭയങ്കര അപ്രൈറ്റാ. ഞാൻ ലേശം ബെഞ്ച് എന്താ പറയുക കുറച്ച് പിന്നോട്ടാകും, എന്നിട്ട് തന്നെ ഓവർ ഹെഡ് പ്രസ് ചെയ്യാറ്. ഇപ്പോൾ 2 സെറ്റ് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് നമുക്ക് റയർ അടിക്കാൻ വേണം. അപ്പോൾ റെഡ് അടിച്ച റെഡ് ഫ്ലൈ. അപ്പോൾ ഇത് ഏകദേശം ഞാൻ ഈ 12 ആൻഡ് എബോ റെപ്പ് റേഞ്ചിൽ അടിക്കാറ്. കാരണം ഞാൻ കുറേ കൊല്ലമായിട്ട് ഇപ്പോൾ 8 to 10 അല്ലെങ്കിൽ 8 റെപ്സ് ഒക്കെ അടിക്കുമ്പോൾ എനിക്ക് അത്ര ഗ്രോത്ത് കണ്ടിട്ടില്ല. ഞാൻ കൂടുതൽ റെപ്സ് റെഡൽസിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അധികം വെയിറ്റ് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ 30 kgs അടിച്ച 15 റെപ്സിനായിട്ട് 16, 17. അത് കഴിഞ്ഞിട്ട് പിന്നെ പാർഷ്യൽസ് ഞാൻ ചെയ്തത് ലാസ്റ്റ് ബിറ്റ്. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യണം തോന്നിയത്. മോർ നമ്പർ ഓഫ് റെപ്സ് ഈ റെഡ് ഡെൽറ്റയിലും പിന്നെ ലാറ്ററൽ റേസിലായും. അതാണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം റാദർ ദാൻ ഒരു 6 to 8 റെപ്പ് റേഞ്ച്. പിന്നെ റയർ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറിയ ഗ്രൂപ്പ് ഓഫ് മസിലാണ്. അപ്പോൾ അത്ര ഓവർ വെയിറ്റ് പുഷ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. ലൈക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ റെപ്പിന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി ഇയേഴ്സിൽ എല്ലാവരും റയർ ഡെൽറ്റനെ ഭയങ്കര നെഗ്ലക്ട് ചെയ്യും. ഇപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്ത ടൈമിൽ അവരെന്താ വെച്ചാൽ എപ്പോൾ എന്തെങ്കിലും ലാറ്ററൽ റേസ് മാത്രമാണ് 1000 റെപ്പ് അടിക്കുക. പക്ഷെ അതിനേക്കാൾ ബെറ്റർ നിങ്ങൾ എപ്പോൾ നോക്കിയാലും ആ റൗണ്ട്നെസ് ഫീൽ ചെയ്യണം. റൗണ്ട്നെസ് വരണമെങ്കിൽ റയർ ഡെൽറ്റ് ഭയങ്കര ഫോക്കസ് കൊടുക്കണം. ഞാനപ്പോൾ അവിടെ ഒരു 3 അല്ലെങ്കിൽ 4 സെറ്റ്സ് അടിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലാറ്ററൽ റേസിലേക്ക് മൂവ് ആവുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് കൊടുക്കേണ്ട റയർ ഡെൽറ്റന് എല്ലാ ഷോൾഡർ ട്രെയിനിങ് സെഷനും അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ ഡേ സെഷനും. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 സെറ്റ്സ് റെപ്പ് റേഞ്ച് 12 to 15. അപ്പോൾ ഈ ലാറ്ററൽ റേസിൽ ഞാൻ 200 അടിക്കണം. അപ്പോൾ 200 അടിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡി ഞാൻ സാധാരണ സ്റ്റാൻഡിങ് ആയിട്ട് അടിക്കുമ്പോൾ ബോഡി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ ഞാൻ അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു കംപ്ലീറ്റ്ലി. എൻ്റെ ഹാൻഡ് മാത്രമേ മൂവ് ആവുന്നുള്ളൂ. അത് സ്ട്രെയിറ്റ് പൊസിഷനിൽ ഞാൻ പൊക്കണം. അപ്പോൾ റെപ്സ് എന്ന് പറയുന്നത് 12 to 15. അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഞാനൊരു കപ്പിൾ ഓഫ് പാർഷ്യൽസ് അടിയും, ഒരു 5 to 6 പാർഷ്യൽസ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഡഡ് ഫെയിലിയർ സെറ്റായി. അപ്പോൾ നേരെ കയറ്റുമ്പോൾ കുറച്ച് സ്പീഡിലായി കയറ്റുമ്പോൾ നെഗറ്റീവ് എത്ര സ്ലോ ആക്കാൻ പറ്റും അത്ര സ്ലോ ആക്കുക. അപ്പോൾ ഇരുന്നടിക്കുമ്പോൾ കുറച്ചുകൂടി ബോഡിയുടെ മൂവ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഹൈ വോളിയം റേഞ്ച് ആണ്. അതാണ് ഈ എക്സസൈസിന്റെ സ്ട്രാറ്റജി. അപ്പോൾ
ലാറ്ററൽ റേസ് നമ്മൾ പറഞ്ഞ പോലെ 4 സെറ്റ് കഴിഞ്ഞു. 10 to 15 reps ആണ്. ഇനി നെക്സ്റ്റ് എക്സസൈസ് നമ്മൾ ട്രാപ്സിന് അടിക്കാൻ പോകണം. ട്രാപ്സിന് ഡംബെല്ലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ഏകദേശം ഇതിന്റെ റെപ്പ് റേഞ്ച് എന്ന് പറയുന്നത് 6 to 10, അത്യാവശ്യം നല്ല വെയിറ്റ്. ട്രാപ്സിനെ ഞാൻ അങ്ങനെ അടിക്കാറ്, വെയിറ്റ് വെച്ചിട്ട് എത്ര പുഷ് ചെയ്യാൻ പറ്റും അത്ര രീതിയിൽ പുഷ് ചെയ്യും. റെപ്പ് റേഞ്ച് 6 to 10, 3 sets. ഇന്നത്തെ ടോട്ടൽ വർക്കൗട്ടിൽ 4 എക്സസൈസ് ഉള്ളൂ. ഏകദേശം 10 to 12 സെറ്റ്സ് ഓവറോൾ വർക്കൗട്ടിൽ ഒന്ന് ഫില്ലിൻ ആക്കി നമ്മൾ. അപ്പൊ അതാണ് ഇന്നത്തെ സെഷൻ. ഇനി ട്രാപ്സിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇതാണ് എൻറ്റയർ ഷോൾഡറുടെ. അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള എക്സസൈസ് അല്ല, എല്ലാം സിമ്പിൾ ആയിട്ട് ഒരു സ്ട്രക്ചറിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ട എക്സസൈസ് ആണ്. 4 എക്സസൈസ് അടിച്ചു. ഓവറോൾ സെറ്റ്സ് നോക്കുമ്പോൾ 10 to 14 എന്നുള്ള റേഞ്ചിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോൾഡേഴ്സ് അത്രയ്ക്ക് നിങ്ങൾക്ക് ലാഗിങ് ആയിട്ടുള്ള ഒരു ബോഡി പാർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ഷോൾഡർ ഡേയിൽ ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാം. ഇതാണ് ഞാൻ പേഴ്സണലി ഷോൾഡർ ഡേയിൽ ഒരു ഫോളോ ചെയ്യുന്ന റൂട്ടീൻ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് അൺടിൽ നെക്സ്റ്റ് വീഡിയോ.